ശ്രീദേവി, ശ്രീദേവി വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ശ്രീദേവി, ശ്രീദേവി അവിടെ നിൽക്കാനല്ലേ പറഞ്ഞു? തുടരുതന്നെ. എന്താ നിനക്ക് പറ്റിയത്? താൻ ആരാടോ? കള്ളും കഞ്ചാവും സേവിച്ച് നടക്കുന്ന തെണ്ടി, വാണ്ടറിംഗ് വാഗബോണ്ട്. ശ്രീദേവി, തന്നെ പോലെ ഒരു തെമ്മാടിയോട് സംസാരിക്കുന്നത് തന്നെ കുറച്ചിലാണ്. ഒരു പെണ്ണിന് മാനമാണ് വലുത്. ഇയാൾ എനിക്ക് ദുഷ്പേരുണ്ടാക്കരുത്, എന്റെ കുടുംബത്തിനും. നീ എന്താ മോളെ ഇങ്ങനെ ചടഞ്ഞുകൂടി നിൽക്കുന്നത്? പെൺകുട്ടികളായ ഒരു ചുണ വേണ്ടേ? ഇനിയും താമസിച്ച വീട്ടില് ഒന്നും പറയൂല. നഴ്സിന്റെ പണി പഠിക്കാനെന്നും പറഞ്ഞല്ലേ എന്റെ കൂടെ കുട്ടി ഇറങ്ങി വന്നത്. ഞാൻ അന്നേ വീട്ടുകാരോട് പറഞ്ഞു, ചിലപ്പോ രാത്രിയിൽ ആശുപത്രിയിൽ നിൽക്കേണ്ടി വരുമെന്ന്. ഇങ്ങനെ ബാലേന്ദ്രനെ പോലെ നമ്മുടെ ലോബിയിൽ ചേരാത്ത ഒരുത്ത ഇങ്ങോട്ട് കയറി വന്നാൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾക്ക് മുഴുവൻ തടസ്സം വരും. നമ്മുടെ ഒത്തുകളികൾ പലതും നടക്കില്ല. അതുകൊണ്ടാണ് പറയണത് അവനെ നമുക്ക് നശിപ്പിക്കണമെന്ന്. എങ്ങനെ? ബാലേന്ദ്രന്റെ ഞാനായക്കട നമുക്ക് അങ്ങോട്ട് അടിച്ചു പൊളിക്കണം. എന്താ ദാസഭായി പറയുന്നത്? പള്ളി അമ്പലമാണോ ചുമ്മാ നിസാരമായിട്ട് അടിച്ചു പൊളിക്കാൻ? അല്ല, ഇനി ലൂക്കോ സാർ വിചാരിച്ചാലേ രക്ഷയുള്ളൂ. എങ്ങനെയെന്ന് പറ. സഖാവിന്റെ യൂണിറ്റിൽപ്പെട്ടവരാണല്ല ബാലേന്ദ്രന്റെ ഷാപ്പിലെ പണിക്കാര് മൊത്തം. നമ്മ കൗമാരെ കൊണ്ട് മൊത്തം റേഞ്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കണം. വിവരക്കേട് പറയാതെ. മദ്യ വ്യവസായ തൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റ് ആ ഗോമതി അമ്മയ. അവരുടെ സ്വഭാവം അറിയാമല്ലോ. നമ്മൾ തെളിച്ച വഴിയെ അവര് വരുമോ? വിഷമിക്കാതെ. പാർട്ടിയിൽ നിന്ന് തന്നെ അവരെ തൂത്തെറിയാനുള്ള ഒരു പദ്ധതി ഞാൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ ചിലർക്ക് എന്നോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് വഴങ്ങാൻ എന്നെ കിട്ടില്ല. സഖാവ് ആ പറഞ്ഞു ശരിയല്ല. വരട്ടെ. ഞാൻ മദ്യവ്യവസായ തൊഴിലാളികളുടെ യൂണിയൻ പ്രസിഡന്റ് ആയിരിക്കാൻ പാടില്ലെന്ന് പറയുന്നതിന്റെ കാരണം വ്യക്തമാക്കണം. മുമ്പ് ഞാൻ റവന്യൂ മന്ത്രി ആയിരിക്കെ നിങ്ങളിൽ ചിലരുടെ താളത്തിന് തുള്ളാത്തത് കൊണ്ട് എന്നിൽ നിന്ന് എക്സൈസ് വകുപ്പ് മാറ്റിയതുപോലെ ഈ പ്രസിഡന്റ് പദവിയിൽ നിന്ന് എന്നെ നീക്കാൻ കഴിയില്ല. ഇവിടുത്തെ തൊഴിലാളികൾ എന്നെ സമ്മതിക്കില്ല. ഈ വെല്ലുവിളിയിലൂടെ ഗോമതിയമ്മ നടത്തുന്നത് പാർട്ടി നേതൃത്വത്തിനുള്ള ധിക്കാരമാണ്. നേതൃത്വം ചില സ്ഥാപിത താല്പര്യക്കാരുടെ കയ്യിൽ അകപ്പെട്ടു എന്നാണ് ഞാൻ പറയുന്നതിനർത്ഥം. സ്വന്തം കുറ്റം മറയ്ക്കാൻ അന്യരുടെ മേൽ പഴിചാരരുത്. ഇവിടെ ആവശ്യം ജില്ലാ കമ്മിറ്റി നിങ്ങൾക്കെതിരായി കൊടുത്ത ആരോപണങ്ങൾക്ക് ഒരു വിശദീകരണമാണ്. ജില്ലാ കമ്മിറ്റിയെ കൊണ്ട് അത് കൊടുപ്പിച്ചത് ആരാണെന്ന് എനിക്കറിയാം സഖാവേ. ഞാൻ ആരാണെന്നും എന്റെ പ്രവർത്തനം എന്താണെന്നും ഒരു വിശദീകരണം ആവശ്യപ്പെടാതെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. സർക്കാരിൽ കൊല്ലങ്ങളോളം ഉന്നത സ്ഥാനം വഹിച്ചിരുന്നപ്പോഴും രഹസ്യമായി ഞാൻ ഒന്നും സമ്പാദിച്ചിട്ടില്ലെന്ന്, സ്വന്തക്കാരെയും ബന്ധുക്കളെയും സഹായിച്ചിട്ടില്ലെന്ന്, ഒരു അഴിമതിക്കും അടിമപ്പെട്ടിട്ടില്ലെന്ന്. അതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കേണ്ട സഖാവേ, എന്താണെന്ന് ഞങ്ങൾക്കറിയാം. തെളിവുണ്ടോടോ തന്റെ കയ്യിൽ? ഇരിക്കു കുഞ്ഞിക്കണ്ണ. പിന്നെ കീഴ്ജാതി മേൽജാതി നോക്കിയാണ് എന്റെ പേരിൽ കുറ്റം ചുമത്തുന്നതെങ്കിൽ സഖാക്കളെ, എനിക്കൊന്നേ പറയാനുള്ളൂ. ഞാൻ വിശ്വസിക്കുന്ന മതം ജാതിയും ഉപജാതിയും ഇല്ലാത്ത മാർക്സിസമാണ്. എന്റെ അനുഷ്ഠാന കർമ്മങ്ങൾ പാർട്ടി പ്രവർത്തനമാണ്. അതിനപ്പുറം ഞാൻ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ പേരിൽ നടപടിയെടുക്കാം. പാർട്ടി നേതൃത്വത്തെ ധിക്കരിച്ചതിന് നടപടി എടുക്കന്നെ വേണം. ശരി, അതിനു മുൻപ് എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഞാൻ രേഖാമൂലം അഴിമതി ആരോപിച്ച 4 പേർ ഈ കൂട്ടത്തിലുണ്ട്. പോളിറ്റ് ബ്യൂറോയിലെ ഒരു അംഗം, സെൻട്രൽ കമ്മിറ്റിയിലെ 2 പേർ, സംസ്ഥാന ട്രേഡ് യൂണിയൻ നേതാവ്. അവരോട് വിശദീകരണം ആവശ്യപ്പെട്ടോ? എന്തെങ്കിലും നടപടിയെടുത്തോ? അപ്പോഴേ നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ മതി, മറ്റുള്ളവരെ പറ്റി പറയണ്ട. പാർട്ടിക്കാര്യം പറയാമല്ലോ സഖാവേ. ഈ 4 പേരെ ഒതുക്കിയില്ലെങ്കിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അപജയത്തിലേക്ക് നയിച്ച കുപ്രസിദ്ധരായ 4 സംഘത്തെ പോലെ ഇവരും ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നശിപ്പിക്കും. അതിനിട വരുത്തരുത്. അനവധി പേരുടെ ത്യാഗവും സഹനവും നിരവധി രക്തസാക്ഷികളുടെ ജീവനും ചോരയും കൊടുത്തു വളർത്തിയ ഈ പ്രസ്ഥാനത്തെ സ്വാർത്ഥമോഹികളായ ചിലർക്ക് വേണ്ടി കുരുതി കൊടുക്കരുത് എന്നൊരു അപേക്ഷയെ എനിക്കുള്ളൂ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, വിശദീകരിക്കാനുമില്ല. എന്തിനാ ആശ്രയെ വിളിക്കണം? ഈ വൃത്തികേട് കേൾക്കാനും അവരുടെ പേരിൽ ആക്ഷൻ എടുക്കണം. ഈ ധിക്കാരത്തിന് ശിക്ഷിക്കണം. അതിന് ലൂക്കോസ് വിചാരിച്ചാൽ മാത്രം പോരാ, പാർട്ടി കമ്മിറ്റിയുടെ മുഴുവൻ അഭിപ്രായം അറിയണം. മേഖലാ സമ്മേളനങ്ങൾ നടത്തുക, അങ്ങനെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കും. ഹരി, പ്ലീസ് നിൽക്കുന്നേ.
ചെവി കേക്കില്ലേ? നിങ്ങൾ നടന്നോ, ഞാൻ വരാം. ഇന്നത്തെ ഓപ്ഷന് നിങ്ങൾ പോയില്ലല്ലേ? പിണങ്ങിയോ എന്റെ അച്ഛനുമായിട്ട്? എന്താ ഇയൊക്കെ പറ്റിയത്? ഏയ് ഏയ്! കുറെ നാളായി നീ എന്നെ ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. കൂടുതൽ വേണ്ട. നിന്റെ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ആ മനുഷ്യനെ സേവിക്കാൻ തുടങ്ങിയത്. സർക്കസിലെ ട്രപ്പീസി കളിക്കുന്ന അഭ്യാസി താഴെ വീണ് എല്ലൊടിഞ്ഞാൽ പിന്നെ ജീവിക്കാൻ വേണ്ടി മുഖത്ത് ചുട്ടുകുത്തി കോമാളി വേഷം കെട്ടാറില്ലേ, അതുപോലെ. എന്നെ നീ തികച്ചും അറിയില്ല. സോറി ഹരി, എന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്റെ മുമ്പിൽ വിട്ടിട്ട് അഭിനയിക്കുകയാണെന്ന് തോന്നി. ആ വാശിക്കായിരുന്നു ഞാൻ ചെയ്തതെല്ലാം. അത് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം സോറി, റിയലി സോറി. ഇവിടുത്തെ തൊഴിലാളികളാണ് ഗോമതി അമ്മയെ പ്രസിഡന്റ് ആക്കിയത്. അവരെ മാറ്റണമെന്ന് പറഞ്ഞാൽ നിങ്ങളാരാ? മര്യാദയ്ക്ക് അനുസരിക്കുന്നതാണ് നല്ലത്. ചുമ്മാ വരട്ടാടും. മാർക്കറ്റിലെ റൗഡിസം ഒന്നും ഞങ്ങളെടുത്ത് വേണ്ട. പോടാ. പോലീസിന്റെ കാര്യമൊന്നും നിങ്ങൾ അറിയണ്ട. നമ്മുടെ ആൾക്കാർക്ക് വല്ലതും പറ്റിയോ? ആ, അവരുടെ യൂണിയൻ സെക്രട്ടറിക്ക് ശരിക്ക് കൊടുത്തില്ലേ? മതി, അത് മതി. ശരി സഖാവേ, ഈ കാണിച്ച അത്ര ശരിയായില്ല. നമ്മുടെ യൂണിയനിൽപ്പെട്ട തൊഴിലാളികളെ തന്നെ തല്ലിച്ചത്. നിങ്ങൾ എന്ത് പറഞ്ഞോണ്ടാ ഈ പറയുന്നത്? നമുക്കെതിരെ ഗോമതിയ അനന്തരം കൂടി നടത്തുന്ന ഉപജാപങ്ങൾ നിങ്ങൾക്കറിയില്ല. പാർട്ടി നിർദ്ദേശിച്ചിട്ടും ഗോമതിയ യൂണിയൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചോ? ഇല്ല. അവരെ അതിൽ നിന്നും പുറത്താക്കാൻ കഴിഞ്ഞോ നമുക്ക്? അതുമില്ല. പിന്നെ ഇതേ ഒരു വഴിയുള്ളൂ, ആ യൂണിയനെ തകർക്കുക. ഈ സംസ്ഥാനത്ത് അങ്ങനെ ഒരു സംഘടന വേണ്ട. വേണം, നമ്മൾ ഇടപെട്ടേ പറ്റൂ. അല്ല ബാലേട്ടാ, ഇത് തൊഴിലാളികൾ തമ്മിലുള്ള ഒരു പ്രശ്നമായതുകൊണ്ടാ. അവർ തൊഴിലാളികളല്ല. ബസ് സ്റ്റാൻഡിലും മാർക്കറ്റിലും പാവപ്പെട്ട ജനങ്ങളെ ക്രൂരമായി കൊള്ളയടിക്കുന്ന തെമ്മാടികൾ, ചുമട്ടുകാരെന്ന പേരിൽ വട്ടക്കെട്ട് കിരീടമാക്കി എന്ത് പോക്കർത്തരവും ചെയ്യാൻ മടിക്കാത്ത ഗുണ്ടകൾ, അവരെയാണ് നമുക്ക് നേരിടേണ്ടത്. അധ്വാനിക്കുന്ന തൊഴിലാളികളായിരുന്നെങ്കിൽ സ്വന്തം വർഗത്തിൽപ്പെട്ടവരെ ആക്രമിക്കാൻ അവർ വരില്ലായിരുന്നു. നിന്നെ അന്ന് പോലീസിന് ഒറ്റ കൊടുത്തത് ഈ ഗുണ്ടാ സംഘം തന്നെയല്ലേ? അല്ലേ? ഇനി അവരുടെ കൈ ആരുടെയും നേരെ ഉയരാൻ പാടില്ല.
യെസ്, പോലീസ് കമ്മീഷണറാണ് എനിക്ക് വേണ്ടത്. എങ്കിൽ അയക്ക് കൊടുക്കൂ. രാജീവൻ, ഈ സംഘട്ടനം മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ എന്നെ അറിയിക്കണം. അതൊക്കെ അപ്പൊ പറയാം. എവിടെയായിരുന്നു മിസ്റ്റർ നിങ്ങൾ ഇതുവരെ? ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഇങ്ങനെ. സാർ, മാർക്കറ്റിൽ ഒരു സംഘടന നടക്കുകയാണ്. തൊഴിലാളികൾ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ്. യെസ് യെസ്, അതിന് തന്നെയാണ് നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത്. ഇരിക്കൂ. പോലീസ് അതിൽ ഇടപെടണ്ട. ഇല്ലെങ്കിൽ വെട്ടും കുത്തും നടത്തി അവിടെ പലരും മരിക്കും സാർ. ലക്ഷം അവറ്റകൾ തമ്മിൽ ചാവട്ടെ. വൈ യു വറി അബൌട്ട് ഇറ്റ്? ഇരിക്കൂ DGP, മൈ ട്രസ്റ്റഡ് ലെഫ്റ്റനന്റ്. പ്ലീസ്, ഈ റേറ്റിനെ പറ്റി പോലീസ് മേധാവി മുഖ്യമന്ത്രിയോട് ഗൗരവമായി ചർച്ച ചെയ്യുകയാണെന്ന് പുറത്തുള്ളവർ ധരിച്ചോട്ടെ. എന്താ സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ ഏറ്റുമുട്ടൽ മുൻമന്ത്രി ഗോമതിയമ്മയുടെ പ്രശ്നത്തിലാണെന്ന് കേട്ടു. അവരെ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് സാർ നേരിട്ട് നോമിനേറ്റ് ചെയ്തത് ഈ ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ടായിരുന്നില്ലേ? തമ്മിൽ തല്ലിക്കാൻ. യു സെഡ് ഇറ്റ്. ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു പുരാണ ഇതിഹാസങ്ങളിൽ പണ്ഡിതനാണല്ലോ നിങ്ങൾ. മഹാഭാരതത്തിൽ നിന്നും തന്നെ എടുത്തു പറയാം. നീചന്മാരായ നൂറ്റവരെ ഒതുക്കാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ യാദവപ്പടയെടുത്തു വന്നില്ല. ശത്രു കുടുംബത്തിൽ നിന്ന് വിമതരായ പാണ്ഡവരെ അടർത്തിമാറ്റി തമ്മിത്തല്ലിച്ച് കൊല്ലിച്ച് നശിപ്പിച്ചു. അതും ധർമ്മരക്ഷാർത്ഥം തന്നെ. ആ മഹായുദ്ധത്തിന് കാരണക്കാരിയായ പാണ്ഡവപത്നി പാഞ്ചാലിയെ പോലെ ഇവിടെ ഗോമതിയമ്മ ചിലപ്പോ ഒരു നിമിത്തമായേക്കാം. അത്രമാത്രം. എന്റെ കുടുംബം തകർത്തതും ഇവർ തന്നെയാണ്. ഇപ്പൊ ഘട്ടം ഘട്ടമായി പാർട്ടിയിൽ നിന്നും പുറത്താക്കാനാണ് അവരുടെ ശ്രമം. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ നിന്ന് എന്നെ ഇപ്പോ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരംതാഴ്ത്തിയിരിക്കുകയാണ്. അവരുടെ ഉചിതം പോലെയൊക്കെ അവർ ചെയ്യട്ടെ. എന്നെ ആവശ്യമുള്ളിടത്തോളം കാലം ജനങ്ങളോടൊപ്പം ഞാനുണ്ടാവും. ഇനി ഒന്നും ചോദിക്കരുത്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനുമില്ല. മാഡത്തിന്റെ ഈ ജീവചരിത്രത്തിന് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് വിപ്ലവത്തിന്റെ അമ്മ എന്നാണ്. പ്രസവിക്കാത്ത അമ്മ അല്ലേ? കുഞ്ഞുങ്ങളില്ലാത്ത. അങ്ങനെ പറയരുത്. ഞങ്ങളെപ്പോലെ ആയിരക്കണക്കിന് വനിതകൾ മക്കളായിട്ടുണ്ട്. ഈ അമ്മയെ ദ്രോഹിക്കുന്നവർക്കെതിരെ പ്രതികരിക്കാൻ. ആ, ബാലേന്ദ്രൻ വരൂ, ഇരിക്കൂ. അഞ്ജന അറിയില്ലേ? അറിയാം. ഞാൻ വന്നത് നിങ്ങൾ യൂണിയൻ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ പോവാണെന്ന് കേട്ടു. ശരിയാണോ? ഞാൻ കാരണം തൊഴിലാളികൾ തമ്മിൽ തല്ലിച്ചാകാനും പാർട്ടിയിൽ പിളർപ്പുണ്ടാകാനും ഇടയാകരുത്. പാർട്ടി നശിക്കാതിരിക്കണമെങ്കിൽ അതിൽ പറ്റി നിൽക്കുന്ന ഇത്തിൽ കണ്ണികളെ വെട്ടിമാറ്റണം, നശിപ്പിക്കണം. അല്ലാതെ അവർക്ക് കീഴ്പ്പെട്ട് രാജിവെച്ചാൽ ആ ശക്തി വളരുകയുള്ളൂ. ദയവായി നിങ്ങൾ രാജിവെക്കരുത്. എൻ്റെ ഒരു അപേക്ഷയാണ്. ക്രമസമാധാന നില തകർന്നു. പ്രതിപക്ഷ നേതാവ് ഇന്നലെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട തൊഴിലാളികളെ മദ്യവ്യവസായ തൊഴിലാളികളെന്ന വ്യാജേന കുറെ ഗുണ്ടകൾ വന്ന് മർദ്ദിക്കുകയും കടകമ്പോളങ്ങൾ തീവച്ച് നശിപ്പിക്കുകയും. മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രി ദിവാകരൻ ഉടൻ രാജിവെക്കണം. രാജിവെച്ചേ ഒക്കൂ. നായരെ, തനിക്ക് എന്താ പറ്റിയത്? രാജിവെക്കണം. മുഖ്യമന്ത്രി രാജിവെക്കണം. തനിക്ക് ഊണിൽ ഉറക്കത്തിൽ ഈ ഒരൊറ്റ ചിന്തയുള്ളൂ. അല്ല, ആരോ വെന്തോന്നോ കരിഞ്ഞൂന്നോ? ഇതൊരു ഇഷ്യൂ ആക്കിയ ഓനെ കസേരയുമെന്ന് വലിച്ച് നമുക്ക് താഴ്ത്തണം. ഒന്നും മിണ്ടാതിരിയടോ. ഇതിലും വലിയ അക്രമങ്ങൾ ഈ നാട്ടിൽ എത്രയോ വേറെ നടക്കുന്നു. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാതെ ഇവിടെ ഇങ്ങനെ ബീഡിയും വലിച്ച് ബടായും അടിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അനന്താ, അഴിമതിയിലും അനീതിയിലും അക്രമത്തിലും മുങ്ങിക്കിടക്കുന്ന ദിവാകരനെ അതിൽ നിന്ന് പൊങ്ങാൻ അനുവദിക്കരുത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദിവാകരനെ ആ കയത്തിലേക്ക് തന്നെ ഇടിച്ച് താഴ്ത്തണം. അഴിമതി ചെയ്യാൻ ഞാൻ ഒരുവനെയും അനുവദിക്കില്ല മുഖ്യമന്ത്രി. വെണ്ടയ്ക്ക് അക്ഷരത്തിലാണ് തലക്കെട്ട്. താഴെ ചുണ്ടങ്ങ പരുവത്തി വേറെ ഉണ്ട്. അതെന്താ? മുഖ്യമന്ത്രി അഴിമതി ചെയ്യാൻ ഒരുത്തനെയും അനുവദിക്കില്ല, മുഴുവൻ സ്വയം ചെയ്യും. തിരുത്തലുകാരൻ ഹരീഷ്ണന്റെ പ്രസ്താവനയാണ്.
മുഖ്യമന്ത്രി മകൻ വേണുവിന് പൊങ്ങാൻ നാണമില്ലാതെ ഏണി വെച്ചു കൊടുക്കുന്നു. ആ വേണുവിന് ഞങ്ങൾ താണു കൊടുക്കില്ല. ഇത് ബാഹുലേന്റെ വകയാണ്. ഏണി ഞാൻ എന്ത് ചെയ്തെന്നാ? സ്വന്തം നിലയ്ക്ക് അവൻ ഉയരുമ്പോൾ ഞാൻ പിടിച്ച് താഴ്ത്തിയിട്ടില്ല. ഒരച്ഛന് മകനോട് അങ്ങനെ ചെയ്യാൻ ഒക്കുവോ? മിസ്റ്റർ തോമസ് മാത്യു പറയൂ, ഞാൻ എന്റെ മകന്റെ ഉയർച്ചയ്ക്ക് അവിഹിതമായി എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഇതുവരെ ഇല്ലെങ്കിൽ ഇനിയെങ്കിലും ചെയ്തു കൊടുക്കണം സാർ. വാട്ട് യു മീൻ? മഹാത്മജിയുടെ അനുഭവം സാറിനുണ്ടാകരുത്. മനസ്സിലായില്ല. ചില കാര്യങ്ങളിൽ മഹാത്മജിയോട് എനിക്ക് എതിർപ്പുണ്ട്. എന്റെ മുമ്പിൽ വെച്ച് ഗാന്ധിജി എഴുത്താൻ സംസാരിക്കരുത്. ഞാനൊരു തികഞ്ഞ ഗാന്ധിയനാണ്. അദ്ദേഹത്തെ ആരാധിക്കുന്ന ആളാണ് സാർ ഞാനും. ഒരു സംശയം ചോദിക്കട്ടെ, ഗാന്ധിജിക്ക് എത്ര മക്കളുണ്ടായിരുന്നു? ഗാന്ധിജിക്കോ? 3 2 ആണും 1 പെണ്ണും. അല്ല സാർ, 4 ആൺമക്കളാണ്. ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ്. ഓ, ഇവരെ മറ്റുള്ളവർ അറിയുന്ന നിലയിൽ ഗാന്ധിജി വളർത്തിയില്ല. അതാണ് അദ്ദേഹത്തിന് പറ്റിയ തെറ്റ്. ആ തെറ്റ് ഒരച്ഛനും ആവർത്തിക്കരുത്. പ്രത്യേകിച്ച് സാർ ഒരു ഗാന്ധിയനായ സ്ഥിതിക്ക് മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കണം. അത് മറ്റുള്ളവർക്ക് ഹിതമായാലും ശരി, അഹിതമായാലും ശരി. അതിന് നിങ്ങൾ ഈ പറയുന്നൊക്കെ ഈ തിരുത്തലും വിമതനൊക്കെ മനസ്സിലാക്കട്ടെ. അത് വലിയ കഷ്ടം തന്നെയാണ് സാർ. ശശി, ഒന്ന് പത്രത്തിൽ വേറെ ഒരു പ്രധാന വാർത്ത ഉണ്ട് സാർ. അതെന്താ? IG ബൽറാമിനെതിരായ വിജിലൻസ് റിപ്പോർട്ട് അച്ചടിച്ച് വന്നിട്ടുണ്ട്. വിജിലൻസ് റിപ്പോർട്ടോ? അതെങ്ങനെ പരസ്യമായി? ആരാ ചോർത്തിയത്? സാർ, അന്വേഷിക്കണം. കുറ്റക്കാരെ ഉടനെ കണ്ടുപിടിക്കണം. ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. നിങ്ങളുടെ RDX അന്വേഷണം എവിടെ എത്തി? വളരെ ഊർജിതമായിട്ട് അന്വേഷിക്കുന്നുണ്ട് സാർ. പത്രത്തിൽ അവിടെ പൊട്ടി ഇവിടെ പൊട്ടി എന്ന് കേൾക്കുമ്പോ എന്റെ ഇടതഞ്ചാ പൊട്ടുന്നത്. എത്രയും വേഗം നിങ്ങൾ ഇത് കണ്ടെത്തി നശിപ്പിക്കണം. RDXന്റെ കാര്യത്തില് അതിന് കുറച്ച് പ്രയാസമുണ്ട് സാർ. അതെന്താ? മറ്റു സ്ഫോടക വസ്തുക്കളെ പോലല്ല. കരയെ മാത്രമല്ല, ഇത് വെള്ളത്തിൽ സൂക്ഷിക്കും. ഞാൻ വീട്ടിൽ ഒന്ന് തോർത്തി തരാം. ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ റിസ്ക് ആണ്. നീ എന്റെ വിജിലൻസ് ഫയൽ പരിചയപ്പെടുത്തി അല്ലടാ? എന്റെ മുറിയിൽ വന്നിട്ട് പിന്നെ ഞാൻ You dirty pigs! If you want a fight, you can have it in the street with those animals eating shits. സാർ, ഇയാൾ ഇവിടെ കയറി വന്ന് എന്നെ ഈ റാസ്കലിന്റെ വിജിലൻസ് ഫയൽ ചോർത്തി സാർ. Shut up! ചോർത്തി പോലും ചോർത്താൻ എവിടെ ഉണ്ടോ വിജിലൻസ്? ആ പദം അർത്ഥമാക്കുന്ന ശ്രദ്ധ, ദക്ഷത, ജാഗ്രത, അവധാനം, ഇതൊക്കെ എത്രയോ കാലം മുമ്പേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചോർന്നു പോയില്ലേ? ഒരു കാലത്ത് ഉരുക്ക് കോട്ട പോലെ ഉറച്ചു നിന്ന പോലീസ് ഫോഴ്സിനെ നിങ്ങളെപ്പോലുള്ളവര് പല ലോബികളാക്കി അംശിച്ചും ഛേദിച്ചും തകർത്തില്ലേ? പബ്ലിക് സ്റ്റേജിൽ പച്ചത്തെറി മാത്രം വിളിച്ചു പറയാൻ അറിയാവുന്ന ചില നേതാക്കന്മാരുടെ മുമ്പില് IPS സ്റ്റാറ്റസ് മറന്ന് നിങ്ങൾ മുട്ടുകുത്തി തല കുമ്പിട്ടു. ഇനി നിവരാൻ കഴിയില്ല. ചപ്പിറ്റി പൊതു ഖജനാവിൽ നിന്ന് കോടികൾ തന്നെ തിരിമറി നടന്നു എന്ന് അറിഞ്ഞിട്ടും പ്രതികരിക്കാത്ത ജനങ്ങള് നിങ്ങളുടെ ഈ വിജിലൻസ് ഫയൽ കണ്ടാലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വെച്ചേർന്ന ഗുസ്തിക്ക് രണ്ടുപേരും റിട്ടൺ എക്സ്പ്ലനേഷൻ തരണം. അണ്ടർസ്റ്റാൻഡ്? മുമ്പ് എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെ ആയുധമെടുത്ത ഞാൻ അത് വിട്ട് സമാധാനത്തിലേക്ക് വന്നിട്ടും രക്ഷയില്ല. റൂളിംഗ് പാർട്ടിയെ തിരുത്താൻ ഞങ്ങൾ കുറച്ചുപേർ മാത്രം. ഒന്ന് നിർത്തൂ. എനിക്ക് നിങ്ങളുടെ പൊളിറ്റിക്സിൽ താല്പര്യമില്ല. നമുക്ക് വേറെ വല്ലതും സംസാരിക്കാം. വേറെയോ? അല്പം റിലാക്സേഷനാണ് എനിക്ക് ആവശ്യം. വീട്ടിലാണെങ്കിൽ അച്ഛനും ഏട്ടനും എന്നോട് സംസാരിക്കാൻ സമയമില്ല. ഏട്ടന് ക്ലബും ബിസിനസ്സും ടൂറും. അച്ഛനെ ഹരിക്ക് നന്നായിട്ട് അറിയാലോ രാത്രി ഉറങ്ങുന്നത് എവിടെയൊക്കെയാണെന്ന്. പലപ്പോഴും ആ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. രാത്രി തനിച്ചാവുമ്പോ ഞാൻ ഓർക്കുക, എന്റെ അമ്മ എങ്ങനെ മരിച്ചെന്നറിയാമോ? ആത്മഹത്യ അത്. എന്റെ അച്ഛൻ. നേരെ ഒരുപാടായി. വരൂ. പട്ടി കഴിവേറിച്ച മകളെ കൊന്നുകളെ ഞാൻ. അവന്റെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കരുത് ഞാൻ ഇവളെ വാൺ ചെയ്താ. പിന്നെ ഇവൾ നേരാണ് ഇവൻ പറഞ്ഞത്.
കുടുംബത്തിനെ പേര് കേൾപ്പിച്ച നിന്റെ കുരളിയാൻ ചെത്തും. എങ്കിൽ സ്വന്തം കഴുത്ത് ഞാൻ അരിഞ്ഞേക്കണം. നീ എന്നതാണ് പറഞ്ഞത്? കുടുംബത്തിന് ദുഷ്പേരുണ്ടാക്കിയത് ഞാനല്ല, ആൾക്കാർ പലതും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വേണ്ട മുരളി, വിട്ടേക്ക്. നീ സൂക്ഷിച്ചാ കേട്ടാ, ഇനി അവന്റെ കൂടെ എങ്ങാനും കണ്ടെന്ന് കേട്ടാൽ രണ്ടിനും പുകച്ചു കളയും. പൊട്ടി കാവൽ നിർത്തിട്ട് നീ എന്നാ നായിന്റെ മോനെ. മുതലാളി മോളെ എവിടെയും കാണുന്നില്ല. പിന്നെ പെണ്ണിത് എവിടെ പോയി? നോ രശ്മ, ഐ കനോട്ട് അഗ്രി വിത്ത് യു. ബുദ്ധിമോശമാണ് നീ കാണിച്ചത്. അങ്ങനെ പറയരുത്. ഹരിയേട്ടനെ വിശ്വസിച്ചാ ഞാൻ ഇറങ്ങി വന്നത്. നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഒരു ചെറുപ്പക്കാരന്റെ പരമമായ ജീവിത ലക്ഷ്യം കൊള്ളാവുന്ന ഒരു പെണ്ണിനെ കണ്ട് മോഹിച്ച് അവളെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് വളച്ചെടുക്കുകയാണെന്ന് കരുതുന്ന തേർഡ് റേറ്റ് സെല്ലുലോഡ് ഹീറോസിന്റെ കൂട്ടത്തിൽ നീ എന്നെ പെടുത്തരുത്. ഐ ഹാവ് ടു കീപ് എ പൊളിറ്റിക്കൽ ഇമേജ്. യു നോ, അംഗസംഖ്യ കുറവാണെങ്കിലും അവഗണിക്കാൻ പറ്റാത്ത ഒരു ഗ്രൂപ്പിന്റെ ലീഡറാണ് ഞാൻ. പിന്നെ എന്തിന് എന്നോട് ഇഷ്ടം കാണിച്ചു? അടുത്തു എല്ലാം നാട്യമായിരുന്നു. ഓഫ് കോഴ്സ് നോട്ട്. ഐ സ്റ്റിൽ ലവ് യു. പക്ഷെ നീ പറയുന്ന രീതിയിൽ ഒളിച്ചോടാനും രജിസ്റ്റർ മാരേജ് നടത്താനും ഒന്നും എന്നെ കിട്ടില്ല. ധൈര്യമുണ്ടെങ്കിൽ വീട്ടുകാരുടെ മുമ്പിലൂടെ നീ ഇറങ്ങി വരണം, പരസ്യമായി. നിന്നെ ഞാൻ വിവാഹം കഴിക്കാം, നമുക്കിവിടെ ഒരുമിച്ച് താമസിക്കാം. അങ്ങനെ ചെയ്താ എന്റെ അച്ഛൻ നമ്മളെ രണ്ടുപേരെയും കൊല്ലും. നിന്റെ അച്ഛനേക്കാൾ കൂടുതൽ കൊലവിളി നടത്തിയിട്ടുള്ളവനാ ഞാൻ. അത് കളാ, നീ വാ, നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. വരാനാ പറഞ്ഞത്. വണ്ടിയിലാട്ട് കയറടി. പാടി ഇങ്ങാട്ട്. ഇങ്ങോട്ട് ഓടി. കാര്യം പറഞ്ഞിട്ട് കയ്യൊക്കെ കാണിച്ചാ മതി. കഴുതേ മരിയടിച്ചു വിട്ടേക്ക്.